അതായത് ഏതെങ്കിലും കാര്യത്തിൽ പ്രസിഡന്റ് അത് കോടതിയുടെ നിർദ്ദേശം തേടി പോകേണ്ടതില്ല എന്നുൾപ്പെടെയുള്ള കാര്യമാണിപ്പോൾ കോടതി പറഞ്ഞു വെക്കുന്നത് എന്നുള്ളതാണ്. പ്രതിപക്ഷ സംസ്ഥാനങ്ങളെ സംബന്ധിച്ചിടത്തോളം തമിഴ്നാടും കേരളവും ഉൾപ്പെടെ ഉന്നയിച്ചിട്ടുള്ള വാദങ്ങൾ, ആവശ്യപ്പെട്ട കാര്യങ്ങൾ അതിനെ പൂർണ്ണമായും തന്നെ നിരാകരിക്കും വണ്ണം, അതായത് നേരത്തെ ബാലു സൂചിപ്പിച്ചതുപോലെ ഈ സംസ്ഥാനങ്ങളുടെ അധികാരത്തെ പറ്റി പറയുന്നുണ്ട്, ഫെഡറലിസത്തെ പറ്റി പറയുന്നുണ്ട്. അതൊക്കെ പറഞ്ഞു പോകുന്നതിന് അപ്പുറത്തേക്ക് ഏതെങ്കിലും തരത്തിൽ വിവേചനാധികാരത്തിന്മേൽ, രാഷ്ട്രപതിയുടെയോ ഗവർണറുടെയോ വിവേചനാധികാരത്തിന്മേൽ ഇടപെടാൻ നിലവിൽ സുപ്രീം കോടതി തയ്യാറാകുന്നില്ല എന്ന് തന്നെയുള്ളതാണ്. നേരത്തെ എങ്ങനെയായിരുന്നു രാഷ്ട്രപതി ഭരണഘടന പ്രകാരം എങ്ങനെയായിരുന്നു രാഷ്ട്രപതിയും ഒപ്പം തന്നെ ഗവർണറും ഇടപെട്ടിരുന്നത്, അതുപോലെ തന്നെ തുടരുമെന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പ്രത്യേകിച്ച് അതിലൊരു മാറ്റം വരുത്തേണ്ടതുണ്ട്, അല്ലെങ്കിൽ അതിലേതെങ്കിലും തരത്തിലുള്ള ഇടപെടൽ, കോടതി ഇടപെടൽ ഉണ്ടാകുമെന്നുള്ള കാര്യമല്ല പ്രതീക്ഷിക്കുന്നത്. പക്ഷേ റീസണബിൾ ആയിട്ടുള്ള ടൈമിൽ, ന്യായമായിട്ടുള്ള സമയത്തിനുള്ളിൽ ഇതിൽ തീരുമാനമെടുക്കാൻ വേണ്ടിയിട്ട് കോടതിക്ക് നിർദ്ദേശിക്കാനാകുമെന്നുള്ള കാര്യമാണിപ്പോൾ സുപ്രീം കോടതി പറഞ്ഞു വെക്കുന്നത്. ഇപ്പോൾ രാജ്മോഹൻ ഉണ്ണിത്താൻ MP നമുക്കൊപ്പം ടെലിഫോണിൽ ചേരുകയാണ്. ശ്രീ രാജ്മോഹൻ, അതായത് നിലവിൽ എന്താണോ പ്രതിപക്ഷ സംസ്ഥാനങ്ങൾ ആവശ്യപ്പെട്ടത് അതൊക്കെയും നിരാകരിക്കപ്പെടുന്നു സുപ്രീം കോടതിയിൽ എന്ന് വേണമെങ്കിൽ നമുക്ക് ചുരുക്കി പറയാം ഈ റഫറൻസിൽ ഇപ്പോൾ സുപ്രീം കോടതി മറുപടി നൽകുമ്പോൾ. നമ്മുടെ രാജ്യം നിയമവാഴ്ച നിലനിൽക്കുന്ന രാജ്യമാണ്. നമ്മൾ കോടതികളെ ബഹുമാനിക്കുന്ന ഒരു സംവിധാനമാണ് നമ്മുടെ രാജ്യത്തുള്ളത്. നിയമം കയ്യിലെടുക്കാനോ നിയമം വെല്ലുവിളിക്കാനോ നമ്മളില്ല. പക്ഷേ നമ്മുടെ രാജ്യത്തിന്റെ ചരിത്രത്തിൽ കേട്ട് കേൾവിയില്ലാത്ത രീതിയിൽ സംസ്ഥാന നിയമസഭകൾ പാസ്സാക്കുന്ന ബില്ല് ഗവർണർമാർ രാഷ്ട്രപതിക്ക് അയച്ചു കൊടുക്കുക, രാഷ്ട്രപതി അത് അനന്തമായി കയ്യിൽ വെച്ചുകൊണ്ടിരിക്കുക. അത് ജനാധിപത്യ ഭരണ സംവിധാനത്തിന് മാർഗ തടസ്സം സൃഷ്ടിക്കുന്ന ഒന്നായിട്ടാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് ഗവർണർമാര് രാഷ്ട്രീയത്തിൽ ഒരിക്കലും ഇടപെടാൻ പാടില്ല. അവര് ക്യാബിനറ്റിന്റെ ശുപാർശകൾ അംഗീകരിച്ച് പ്രവർത്തിക്കേണ്ടവരാണ്. ഏതെങ്കിലും കാരണവശാൽ അന്യായമായ ഏതെങ്കിലും വിഷയങ്ങൾ രാഷ്ട്രപതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയാൽ ആ രാഷ്ട്രപതി ആ വിഷയത്തിൽ തീരുമാനമെടുക്കുന്നത് അനന്തമായി നീട്ടിക്കൊണ്ടു പോകുന്നത് ഭരണതടസ്സം ഉണ്ടാക്കുമെന്ന് മാത്രമല്ല, ജനാധിപത്യ ഭരണ സംവിധാനത്തിന് അത് കോട്ടം തട്ടുമെന്ന് മാത്രമല്ല, നമ്മുടെ ഫെഡറൽ സംവിധാനത്തിന് അതൊരു വലിയ വെല്ലുവിളിയായി മാറുമെന്നുള്ളത് കൊണ്ട് സമയബന്ധിതമായി രാഷ്ട്രപതി അക്കാര്യത്തിൽ തീരുമാനമെടുത്ത് മുമ്പോട്ട് പോകണം എന്നുള്ളതാണ് നമ്മുടെ അഭിപ്രായം. കോടതി അക്കാര്യത്തിൽ ഒരു തീരുമാനം അറിയിക്കണം. കാരണം ഒരു ഗവൺമെന്റ് തീരുമാനിക്കുന്ന ബില്ലുകൾ ഇങ്ങനെ അനന്തമായി നീട്ടിക്കൊണ്ടു പോകുന്നത് ഭരണത്തെ സ്റ്റാഗ്നേഷനെത്തിക്കും, ഭരണ തടസ്സമുണ്ടാക്കും. അതൊരിക്കലും ജനാധിപത്യ ഭരണ സംവിധാനത്തിൽ അനുവദിക്കാൻ കഴിയുന്ന ഒന്നല്ല.